Good evening, students. Good evening, all. Classification of elements in the continuation ആണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ പഠിച്ച പോർഷൻ വരെ നിങ്ങൾ നോക്കിയായിരുന്നോ? ടെക്സ്റ്റില് NCERT എടുത്ത് വെച്ച് വായിച്ചായിരുന്നോ? NCERT വായിച്ചു നോക്കിയോ? റെസ്പോണ്ട് ചെയ്യണേ. ഹലോ, ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഞാൻ പറയുന്നത് കേൾക്കാമോ? Okay, everybody. Okay, very good. അപ്പൊ നമ്മൾ കണ്ടിന്യൂവേഷൻ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഗ്രൂപ്പ് 13 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ പഠിച്ചത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
എസ് ബ്ലോക്ക് അല്ലേ? ആൽക്കലി മെറ്റൽസ്. ഇനി ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുമ്പോൾ ബെറീലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അപ്പൊ അത്ര എലമെന്റ്സ്, അതായത് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അതായത് എസ് ബ്ലോക്ക് കഴിഞ്ഞ് ഇനി അടുത്തത് ഏതാണ്? പി ബ്ലോക്ക് എലമെന്റ് ആണ്. പി ബ്ലോക്ക് എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെ. ഫസ്റ്റ് ഗ്രൂപ്പ് നമുക്ക് പഠിക്കാം, ഗ്രൂപ്പ് 13. ഗ്രൂപ്പ് 13 എന്ന് പറയുന്നത് ബോറോൺ ഫാമിലിയാണ്. ബോറോൺ ഫാമിലി. അപ്പൊ ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആരൊക്കെയാണ്? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം. കേട്ടോ, NH, നിഹോണിയം. താലിയം വരെയൊക്കെ നമ്മൾ ഫെമിലിയർ ഉള്ളൂ അല്ലെ? നിഹോണിയം നിങ്ങൾ ഫെമിലിയർ ആയിരിക്കത്തില്ല. സോ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം. ഇതാണ് ബോറോൺ ഫാമിലി. ഓക്കെ, ഫെമിലിയർ ആണോ? എലമെന്റ്സ് ഒക്കെ നോക്കി മനസ്സിലാക്കിക്കേ. റെസ്പോണ്ട് ചെയ്തേ, റെസ്പോണ്ട് ചെയ്യാവോ? ഹലോ, റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്താലും മതി കേട്ടോ. ചാറ്റ് ബോക്സിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം എവരിബഡി. വളരെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നേ? ആ, ഓക്കെ, ഫൈൻ. ഹലോ, സ്റ്റുഡൻസ് ക്ലാസ്സുകളാണ്. കൃത്യമായിട്ട് അതിനുള്ള മറുപടി കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ പരിപാടിക്ക് പോകരുത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ നിങ്ങൾ ലൈവായിട്ട് ഇരുന്നുള്ള ടീച്ചർ റെസ്പോൺസ് നിങ്ങളോട് ചോദിക്കുമ്പോൾ കൃത്യമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ കൃത്യമായിട്ട് പറയണം. ഓക്കെ ഓക്കെ ടീച്ചറെ, കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നേ? കേൾക്കാമോ? ആ, ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. പി ബ്ലോക്ക് എലമെന്റ്സിനകത്ത് ഗ്രൂപ്പ് 13 അല്ലെ? ഗ്രൂപ്പ് 13 ഇതൊക്കെ പറയുമ്പോൾ അത് പഠിച്ചോണം. ബോറോൺ ഫാമിലി എന്ന് പറയുന്നത് ഗ്രൂപ്പ് 13 ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോറോൺ ഫാമിലിയിലാണ് കേട്ടോ. അപ്പൊ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം. നിഹോണിയം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, താലിയം വരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി പി ബ്ലോക്ക് എലമെന്റ്സിനകത്തെ ഗ്രൂപ്പ് 14, 14ാമത്തെ ഗ്രൂപ്പ്. ഇത് എങ്ങനെയാ, ഇതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാ വരുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? NS2 NP1 അല്ലെ? P1 അല്ലേ വരുന്നത്? സോ 2 + 1 3. ഇപ്പൊ ഇതിന്റെ വാലൻസി എന്ന് പറയുന്നത് 3 ആ വരിക. വാലൻസി അല്ലെ? വാലൻസി 3 ഇലക്ട്രോൺസ് ആ വരിക. ഉണ്ടോ? NS2 NP1 ആണ് കോൺഫിഗറേഷൻ. NS2 NP1. ഈ ഫാമിലിയിലെ ഈ മെമ്പേഴ്സിനെല്ലാം, ബോറോൺ ആയാലും അലൂമിനിയം ആയാലും ഗാലിയം ആയാലും ഇൻഡിയം ആയാലും, all these elements have the outer electronic configuration NS2 NP1 ആണ് കേട്ടോ. ഇനി കാർബൺ ഫാമിലി, അതാണ് ഗ്രൂപ്പ് 14. കാർബൺ ഫാമിലി. കാർബൺ ഫാമിലി ആരൊക്കെയാണ്? കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്, ഫ്ലറോവിയം എന്ന് പറയുന്ന വളരെ റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ചൊരു മെറ്റലാണ്, സോറി എലമെന്റ് ആണ് ഫ്ലറോവിയം. അത് പഠിച്ചില്ലേലും കുഴപ്പമില്ല, തന്നെന്ന് മാത്രമേ ഉള്ളൂ. കാർബൺ തൊട്ട് ലെഡ് വരെ അറിഞ്ഞിരിക്കണം. ഇവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. NS2 NP2 അല്ലെ? കാർബണിന്റെ എത്രയാ?
4 ഇലക്ട്രോൺസ് വരും കണ്ടോ. NS2 ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോൺ ആണ് പറയുന്നത്. NS2 NP2 കണ്ടോ, 4 ഇലക്ട്രോൺസ് വരും. ഇതാണ് ഗ്രൂപ്പ് 14, അതായത് കാർബൺ ഫാമിലി. ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സാറ് പറഞ്ഞത് വീഡിയോ ഓൺ ആക്കി വെക്കണം എന്നാണ് അല്ലേ? അപ്പം വീഡിയോ ഓൺ ആക്കി വെക്കാൻ സാധിക്കുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കി വെച്ചേ. വീഡിയോ ഓൺ ആക്കി വെക്കാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് സംസാരിക്കാം, ഡൗട്ട്സ് ഉള്ളത് ചോദിക്കാം. അപ്പൊ നമ്മുടെ ക്ലാസ് നിങ്ങൾ ലൈവ് ആക്കണം കേട്ടോ. സൈലന്റ് ആയിട്ടിരിക്കാൻ പാടില്ല. ഈ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം. പിന്നീട് ഒരു സമയം എടുത്ത് പഠിക്കണമെന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പഠിച്ച് പാരലൽ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തന്നെ പോകാൻ പറ്റും കേട്ടോ. പിന്നത്തേതെന്ന് പറഞ്ഞ് വെക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു റിവിഷൻ പോലെ ചെയ്താൽ മതി. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ കാർബൺ ഫാമിലി. ഇനി നൈട്രോജൻ ഫാമിലി, അതാണ് ഗ്രൂപ്പ് 15. ഗ്രൂപ്പ് 15 എന്ന് പറയുന്നത് നൈട്രോജൻ ഫാമിലിയാണ്. എലമെന്റ്സ് ആരൊക്കെയാ? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്, മൊസ്കോവിയം. മൊസ്കോവിയം വളരെ റീസെന്റ് ആയി കണ്ടുപിടിച്ച എലമെന്റ് ആണ്. സോ നൈട്രോജൻ, ഫോസ്ഫറസ് ഉണ്ട് എലമെന്റ്, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്, മസ്കോവിയം. അപ്പൊ ആ ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലി, അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കേ. NS2 NP3 ഉണ്ടോ, വാലൻസി എത്രയാ വരിക? ഇവർക്ക് 5 ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 5 ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 5 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇവരുടെ വാലൻസി എത്രയാ വരുന്നത്? ഒക്ടക്റ്റ് ആകാൻ വേണ്ടി ഇവർക്ക് 3 ഇലക്ട്രോൺ കൂടെ വരും. 3 ആ വരുന്നത്. യെസ്, ഒക്ടക്റ്റ് ആകാൻ വേണ്ടി ഇനി 3 ഇലക്ട്രോൺസ് കൂടെ മതി. അപ്പൊ 5 3 8. അപ്പൊ ഇവരുടെ വാലൻസി എത്ര വരും? 3 വരും. ശരിയാ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ നൈട്രോജൻ ഫാമിലി. ഇനിയുള്ളത് ഗ്രൂപ്പ് 16. ഗ്രൂപ്പ് 16 ആരാണ്? ഓക്സിജൻ ഫാമിലി കേട്ടോ. ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ ഫാമിലിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാ? ഓക്സിജൻ, സൾഫർ, സെലീനിയം. ഓക്സിജന്റെ സിമ്പിൾ നമുക്കറിയാം O ആണെന്ന്. സൾഫർ S ആണ്, സെലീനിയം SE, ടെലൂറിയം TE, പൊളോണിയം PO, ലിവർമോറിയം LV. ഇത് വളരെ റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ച എലമെന്റ് ആണ്. അറ്റ്ലീസ്റ്റ് പൊളോണിയം വരെ അറിഞ്ഞിരിക്കുക. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഇതിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NP4 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 2. വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഞാൻ ചോദിച്ചത്. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 6. വെരി ഗുഡ്, 6 ഇലക്ട്രോൺസ് ഉണ്ട്. വാലൻസി എത്ര വരും? 2. -2 എന്ന് പറയണം അല്ലെ? -2 അല്ലേ പറയണ്ട? -2. 2 ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിയുമ്പോഴല്ലേ അത് ഒക്ടക്റ്റ് ആവുക. അപ്പൊ ഓക്സിജന്റെ വാലൻസി എത്രയാ വരിക? -2 വരും. ടീച്ചർ വാലൻസിക്ക് ചാർജ് ഇല്ലല്ലോ. എന്തോ? വാലൻസിക്ക് ചാർജ് ഇല്ലല്ലോ. വാലൻസി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വാലൻസി പറയുമ്പോ നമ്പർ പറഞ്ഞാൽ മതി. വാലൻസി എഴുതിയോണ്ടാണ് ചോദിച്ചത്. വാലൻസി പറയുമ്പോൾ അത് മോൻ പറഞ്ഞ കറക്റ്റ് കേട്ടോ. വാലൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഹോൾ നമ്പേഴ്സ് ആണ്. അവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഓക്സിഡേഷൻ ഞാൻ ജനറലി പറയുമായിരുന്നേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞിട്ട് ജനറലി അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. -2 ആണെന്നേ. ഓക്കെ ടീച്ചർ, ഓക്കെ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ എല്ലാവർക്കും? പറഞ്ഞത് ഓക്കെ ആണോ? മനസ്സിലായോ എവരിബഡി? ഓക്കെ. യെസ് ടീച്ചർ. ഓക്കെ,
അപ്പം വാലൻസി എത്രയാ വരിക? 2 വരുന്നത് ഓക്സിജൻ ഫാമിലിയിൽ. ഓക്സിജൻ സൾഫർ ഈ ഫാമിലിക്കെല്ലാം സെയിം ആണ് വാലൻസി വരിക ഗ്രൂപ്പിന്. ഇനി അടുത്തത് ഗ്രൂപ്പ് 17 ആണ്. ഗ്രൂപ്പ് 17 നമ്മൾ ജനറലൈസ് ചെയ്ത് വിളിക്കുന്ന ഹാലോജൻ ഫാമിലി എന്ന. ഹാലോജൻ ഫാമിലി. ഹാലോജൻ ഫാമിലി ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെനിസീൻ വളരെ റീസെന്റ് ആയി കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ. ഇതൊക്കെ ഈ എലമെന്റ്സ് ഒക്കെ നിങ്ങൾ കുറച്ചുകൂടെ ഫെമിലിയർ അല്ലേ? ഫ്ലൂറിൻ, ദെൻ ക്ലോറിൻ Cl, ബ്രോമിൻ Br, അയഡിൻ I, അസ്റ്റാറ്റിൻ AT ആണ്, ടെനിസീൻ TS. ഇവരുടെ ജനറൽ കോൺഫിഗറേഷൻ എന്നാ വരും? NS2NP5. സോ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ? 1. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസാ. എത്ര പറയാം നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ? 7 അല്ലേ? അപ്പൊ ഇവിടുത്തെ വാലൻസി എന്നാ വരും? 1. ഒരു ഇലക്ട്രോൺ കൂടെ മതി ഒക്ടക്റ്റ് ആകാൻ വേണ്ടി അല്ലെ? അപ്പം അതിന്റെ വാലൻസി എത്രയാ വരിക? 1 ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഗ്രൂപ്പ് 17 കിട്ടിയില്ലേ? ഹാലോജൻ ഫാമിലി. ഓക്കെ. ഇനി അടുത്തത് ഗ്രൂപ്പ് 18 ആണ്. ഗ്രൂപ്പ് 18 നമ്മൾ വിളിക്കുന്ന നോബിൾ ഗ്യാസ് ഫാമിലി എന്നാണ്. ഇവരെ നമ്മൾ ജനറലൈസ് ചെയ്ത് വേറൊരു പേരുടെ പറയാറുണ്ട്, ഇനേർട്ട് ഗ്യാസസ്. കേട്ടിട്ടുണ്ടോ? ഇനേർട്ട് ഗ്യാസസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, നോബിൾ ഗ്യാസസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഗ്രൂപ്പ് 18 ആണ്. എന്താ ഇവരുടെ പ്രത്യേകത എന്ന് പറയാമോ? Completely octet electronic configuration. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ completely stable ആയിട്ടുള്ള സ്റ്റേബിൾ octet ആണ്. ആണ്. അത് തന്നെ, ഒക്ടക്റ്റ് അറ്റൈൻ ചെയ്തവരാ അല്ലേ? യെസ്, ഒക്ടക്റ്റ് ആണ്. സോ ദാറ്റ് ഇസ് വൈ ദേ ആർ കോൾഡ് നോബിൾ ഗ്യാസ് ഫാമിലി ഓർ ഇനേർട്ട് ഗ്യാസസ്. അവർ ഇനേർട്ട് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി വേറെ റിയാക്ഷനിലൊന്നും പങ്കെടുക്കേണ്ട കാര്യമില്ല, കാരണം അവര് സ്റ്റേബിൾ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തവരാണ്. എന്നാലും ഇതിനകത്ത് എക്സെപ്ഷണൽ കേസസ് കാണിക്കുന്ന ഒരാളുണ്ട്, സിനോൺ. സിനോൺ ഒത്തിരി കോമ്പൗണ്ട്സിനെ തരുന്ന ഒരാളാണ് സിനോൺ. സിനോൺ എന്ന് പറയുന്ന എലമെന്റ്. ഓക്കെ, ഞാൻ എലമെന്റ്സ് വായിക്കാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഓർഗനസോൺ. ഇത് റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടോ, ഓർഗനസൺ, OG. സോ ഹീലിയം, ഹീലിയത്തിനകത്ത് എത്ര ഇലക്ട്രോൺസിനെ ഉള്ളൂ? 1s2, 2 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ആ എസിനകത്ത് 2 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഹീലിയം സ്റ്റേബിളാ. മനസ്സിലായോ പറഞ്ഞത്? ഹീലിയം ഈ സ്റ്റേബിൾ ദർ. ഹീലിയത്തിന്റെ പറയുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ലല്ലോ. ഹീലിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്രയേ ഉള്ളൂ? 2 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ ഹീലിയത്തിന്. ബട്ട് ഈവൻ ദെൻ ഇറ്റ് ഈസ് സ്റ്റേബിൾ. ആ 2 ഇലക്ട്രോൺ അവിടെ ഫില്ലായിട്ടിരിക്കുന്ന ഹീലിയം ഒരു സ്റ്റേബിൾ തന്നെയാണ്. സോ ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റൺ, സിനോൺ, റെഡോൺ, ഓർഗനസോൺ. ഇതാണ് ഗ്രൂപ്പ് 18, അതായത് നോബിൾ ഗ്യാസ് ഫാമിലി. ഇനി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാം. പി ബ്ലോക്ക് ഇൻക്ലൂഡ്സ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്. സം ഓഫ് ദി മെമ്പേഴ്സ് ഷോ ബോത്ത് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് പ്രോപ്പർട്ടി. പിന്നെ ചില എലമെന്റ്സ് ആണെങ്കിൽ മെറ്റലോയിഡ് ബിഹേവിയർ കാണിക്കും. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് മെറ്റലോയിഡ് ബിഹേവിയർ എന്ന്. ദാറ്റ് ഷോസ് ബോത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ആസ് വെൽ ആസ് നോൺ മെറ്റൽ. മെറ്റലിന്റെയും നോൺ മെറ്റലിന്റെയും സ്വഭാവം കാണിക്കും. അതായത് മെറ്റലോയിഡിന്റെ സ്വഭാവം കാണിക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ സ്വഭാവം. ഓക്കെ, then ionization energy increases from left to right in the period while decrease in a group from top to bottom. അതായത് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി ഞാൻ ഡിഫൈൻ ചെയ്തിരുന്നു എന്താണ് അയണൈസേഷൻ എനർജി എന്നുള്ളത്. എന്താ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാല്? എനർജി റിക്വയർഡ് ടു lose the most
ആ ടു റിമൂവ് ഔട്ടർമോസ്റ്റ് ഷെൽ ഫ്രം ദി ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ അല്ലേ? ഇപ്പൊ ഒരു ന്യൂക്ലിയസ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഐ വിൽ ടെൽ. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2 8 1. അപ്പം അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ എത്ര? 1 ഇലക്ട്രോൺ. ഈ 1 ഇലക്ട്രോണിനെ കളയാനായിട്ട് the sodium has need how much of energy? എത്രത്തോളം എനർജി വേണം in order to remove this loosely bounded electron, and that is termed as ionization energy. അതിനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയാം. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുമ്പോ ലെഫ്റ്റ് ടു റൈറ്റിന്റെ പ്രത്യേകത എന്നാന്ന് പറയാമോ? പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് എന്താ പ്രത്യേകത? ഈ പീരിയഡ്സ് ആണ്. ബെക്കനോഫ് അല്ലേ നമ്മുടെ എലമെന്റ്സ്? ബോറോൺ, കാർബൺ അല്ലേ? ബോറോൺ എത്രയാ? 13. കാർബൺ വന്നപ്പോ എത്രയായി? 14. നൈട്രജൻ വന്നപ്പോഴോ? 14 15 അല്ലെ? 16 17. ഇങ്ങനെയല്ലേ എലമെന്റ്സ് പോയേക്കുന്നേ? ചെയ്യപ്പെടുകയാണ്. എന്തോ എന്തോ മനെ ചോദിച്ചോ? എന്നാ പറഞ്ഞേ? ഒരേ ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് ഒരേ ഷെല്ലിലേക്ക് തന്നെ. ഇതുണ്ട് NS2 NP1 to 6. ബോറോൺ ഫാമിലി നമ്മൾ പറഞ്ഞപ്പോൾ NS2 NP1 ആയിരുന്നു. കാർബൺ വന്നപ്പോൾ NS2 NP2 ആയി. പിന്നെ നൈട്രജൻ വന്നപ്പോ NS2 NP3 ആയി. ഓക്സിജൻ ഫാമിലി വന്നപ്പോ NS2 NP4 ആയി. അടുത്തയാൾ വന്നപ്പോ NS2 NP5. സെയിം ഷെല്ലിലേക്ക് തന്നെയാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുക അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുക? ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി കൂടി എന്ന് വെച്ചാല് അറ്റോമിക് നമ്പർ കൂടുക എന്ന് പറഞ്ഞാൽ, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ? അപ്പൊ അറ്റോമിക് നമ്പർ കൂടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൂടുന്ന പോലെ തന്നെ പ്രോട്ടോണുകളുടെ എണ്ണവും കൂടുന്നുണ്ട്. ഈ പ്രോട്ടോൺ ഇരിക്കുന്ന എവിടെയാണ്? ന്യൂക്ലിയസിനകത്താ. പ്രോട്ടോൺ ന്യൂക്ലിയസിനകത്ത് ഇരിക്കുമ്പം ന്യൂക്ലിയസിന്റെ ചാർജ് കൂടത്തില്ലേ? കൂടുവോ? പ്രോട്ടോൺ ഇരിക്കുന്ന എവിടെയാണെന്നറിയാവോ? പ്രോട്ടോൺ ന്യൂക്ലിയസിനകത്തായിരിക്കും, ഇലക്ട്രോൺ പുറത്തും. അപ്പൊ അറ്റോമിക് നമ്പർ കൂടുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ കൂടുന്ന പോലെ തന്നെ പ്രോട്ടോണുകളുടെ എണ്ണവും കൂടുന്നില്ലേ? അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നുണ്ട്. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും, ന്യൂക്ലിയസിന്റെ ചാർജ് കൂടും. ന്യൂക്ലിയസ് ഹാസ് ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോൺസിനോട് ഭയങ്കര ആകർഷണം വരും. അപ്പൊ അവരെ അങ്ങ് ചേർത്ത് പിടിക്കും. അങ്ങനെ ആ സൈസ് ഷ്രിങ്ക് ചെയ്യുന്നു, സൈസ് അങ്ങ് കുറഞ്ഞു വരും. അപ്പൊ എന്നാ സംഭവിക്കുന്നത്? നമ്മള് ഈ അയണൈസേഷൻ എനർജി കൂടത്തില്ലേ? കാരണം എന്താ? ന്യൂക്ലിയസിന്റെ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനകത്ത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ പോലും ഇരിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരത്തില്ലേ? മനസ്സിലായോ? അതാ പറയുന്നത് അയണൈസേഷൻ എനർജി കൂടും ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ്. മനസ്സിലായോ പറഞ്ഞത്? ഡു യു അണ്ടർസ്റ്റാൻഡ്? എല്ലാവർക്കും പിടികിട്ടിയോ? അലൻസിയ, എലീന, അനഖ, ആൻസ് ജോസഫ്, ക്ലിയർ ആണോ? എവറിബഡി ക്ലിയർ? ഇപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുമ്പോൾ ന്യൂക്ലിയസ് ഹാസ് ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, സോ ദാറ്റ് സൈസ് മേ ഷ്രിങ്ക്. സൈസ് അവിടെ ഡിക്രീസ് ആകുന്നു. അറ്റ് ദ സെയിം ടൈം അയണൈസേഷൻ എനർജി increases. എന്താ അയണൈസേഷൻ എനർജി കൂടാനുള്ള കാര്യം? The nucleus has greater force of attraction towards the electron. വെളിയിലുള്ള ഇലക്ട്രോൺസിനോട് ന്യൂക്ലിയസിന് ഭയങ്കര ആകർഷണമായിരിക്കും അല്ലേ? So that is the reason behind it. ഇനി most of them are highly electronegative. What do you mean by the term electronegative? എന്താണ് ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോൺസ് ഗ്രേറ്റ് ആനയോൺ ആയി മാറും. യെസ്. ഇപ്പൊ എ ബി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക.
ഈ ഒരു ബോണ്ടിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 electrons. 2 ഇലക്ട്രോൺസ് ആ ഉള്ളത് അല്ലെ? അപ്പൊ ബി കൂടുതലും ഇലക്ട്രോ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ അട്രാക്ട് ചെയ്തിരിക്കുന്ന ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കൂടുതലും ബിയിലേക്ക് അങ്ങ് വലിക്കും. അപ്പൊ ബിക്ക് ഒരു ഡെൽറ്റ നെഗറ്റീവ് ചാർജ് കിട്ടും, കാരണം ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമല്ലോ. എയ്ക്ക് ഒരു പാർഷ്യൽ പോസിറ്റീവ് ആണ് കിട്ടുന്നത്, കാരണം എയ്ക്കകത്തുനിന്ന് അത് പോയിട്ട് ബിയോട് ചേർന്നായിരിക്കുന്നത്, കാരണം ബി ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അട്രാക്ട് ചെയ്തിരിക്കുന്ന ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ തന്നിലേക്ക് തന്നെ വലിക്കാനുള്ള ഒരു എലമെന്റിന്റെ കഴിവ്, അതിനെയാണ് ഇലക്ട്രോ നെഗറ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. ഇലക്ട്രോ നെഗറ്റീവ് നേച്ചർ, ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പം പി ബ്ലോക്ക് എലമെന്റ്സിനകത്ത് ഉള്ളവരെല്ലാം ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട് വരുന്നത് നമ്മുടെ ഹാലജന്റെ ഫാമിലിയ, അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ നമ്മൾ പഠിച്ചില്ലേ, ആ ഫാമിലിയാണ് കൂടുതലും ഇലക്ട്രോ നെഗറ്റീവ്. അതിനകത്ത് ഫ്ലൂറിൻ ആണ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് വേണേൽ നിങ്ങൾക്ക് ഒന്ന് എഴുതിയെടുക്കാം പാരലൽ ആയിട്ട് തന്നെ കേട്ടോ. നോട്ട്സ് കൂടെ എഴുതി പോക്കോ, അതാ നല്ലത്. ടീച്ചർ, ഈ പി ബ്ലോക്ക് എലിമെന്റ്സിന് മെറ്റാലിക് പ്രോപ്പർട്ടി ഉണ്ടാവുമോ? സാധാരണ ഈ എസ് ബ്ലോക്ക് എലിമെന്റ്സിലൊക്കെ കൂടുതൽ ഉണ്ടാവുന്നേ. ലെഡ് വളരെ റെയർ ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ട് അതിനകത്ത്. ഓ, ഭയങ്കര റെയർ ആയിട്ട് കാണപ്പെടാറുള്ളൂ അല്ലേ മെറ്റാലിക് പ്രോപ്പർട്ടി ഒക്കെ? റെയർ ആയിട്ടേ ഉള്ളൂ, അധികമായിട്ടില്ല. ഓക്കെ ഓക്കെ. അതെ അതെ അതെ. ഓക്കെ, ഫിനിഷ് ചെയ്തോ നിങ്ങള്? ഇത് എഴുതിയെടുത്തോ? ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോ എവരിബഡി? പ്രധാനപ്പെട്ട പോയിന്റ് ഓർത്തിരിക്കേണ്ട അയണൈസേഷൻ എനർജി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, അതൊക്കെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. സോ നെക്സ്റ്റ് ഈസ് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഇപ്പൊ നമ്മൾ എസ് ബ്ലോക്ക് ഡിസ്കസ് ചെയ്തു, പി ബ്ലോക്ക് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഡി ബ്ലോക്ക് നടുക്ക് കിടക്കുന്ന എലമെന്റ്സ്. ഓൾറെഡി മിസ് ഇവരെ ഫെമിലിയർ ആക്കി തന്നായിരുന്നു, നിങ്ങളോട് പറഞ്ഞായിരുന്നു എലമെന്റ്സ് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? എലമെന്റ്സ് ഒന്നുകൂടെ വായിക്കാം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ, ഇതിനകത്ത് നോക്കിക്കേ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ഇതല്ലേ നമ്മൾ പഠിച്ച സ്കൂൾ ടൈം വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ ഞാൻ പഠിപ്പിച്ചില്ലായിരുന്നോ? രണ്ടാമത്തേത് ഇട്രിയം, സിർക്കോണിയം, നിയോബിയം, മോളിബ്ഡിനം, ടെക്നീഷ്യം, റുഥീനിയം, റോഡിയം, പലേഡിയം, സിൽവർ, കാഡ്മിയം. ഇത് ഹാഫിയം, ഹാഫ്നിയം, ടൻടാലം, ടങ്സ്റ്റൺ, ഡബ്ല്യു എന്ന് പറഞ്ഞ ടങ്സ്റ്റൺ ആണ് കേട്ടോ, റീനിയം, ഓസ്മിയം, ഇറിഡിയം, ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ഇറിഡിയം, ദെൻ പ്ലാറ്റിനം, ദെൻ ഗോൾഡ്, മെർക്കുറി. HG എന്ന് പറഞ്ഞാൽ മെർക്കുറി ആണെന്ന് നമുക്കറിയാലോ. പിന്നെ ഇത് റുദർഫോർഡിയം, ഡ്യൂട്ടീനിയം, സീബോർഗിയം, ബോറിയം, ഹാസിയം, ബെറ്റ്നേറിയം, ഡംസ്റ്റാഡിയം, റോഡ്ജീനിയം, കോപ്പർനീഷ്യം. ഇത്ര എലമെന്റ്സ് ആണ് ഉള്ളത്. ഞാൻ ഒരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്യാം ഈ കോഡ്. ഇത് വേണമെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ, പിന്നീട് +2 ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഓക്കെ, ഇത് നോട്ട് ചെയ്യാം, ഞാൻ ഇത് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ സീരീസ് ആണ്,
സ്കാൻറ്റിയം, ടൈറ്റാനിയം. ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ആദ്യത്തെ പീരീഡ്. ആദ്യത്തെ പീരീഡിനെ അറിയുന്നത് 3D സീരീസ് എന്നാ. 3D 2D സീരീസ് ഇല്ല കേട്ടോ. ഡി ബ്ലോക്ക് എലമെന്റ് തുടങ്ങുന്നത് 3D യില. 3D, ഇത് 4D ആണ്, പിന്നെ 5D, ഇത് 6D, ഇങ്ങനെയാ വരുന്നത്. അപ്പൊ 3D സീരീസ് നോക്കിക്കേ. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ. ഇനി രണ്ടാമത്തെ പീരീഡ്, അതായത് 4D സീരീസിന് കോഡ് ഉണ്ടാക്കിയേക്കുന്നതാണേ. യെസ്, സീബ്രാസ് never motivate teachers, read rhymes, purely sweet and cute. Why എന്ന് പറയുമ്പോ ദേ യെസ്, സീബ്രാസ് Z, never N, motivate teachers, read rhymes, purely. AG എന്ന് പറഞ്ഞ എന്താ? സിൽവർ അല്ലേ? അതുകൊണ്ടാ ഇങ്ങനെ എഴുതിയേക്കുന്ന. സ്വീറ്റ്, CD കാഡ്മിയം, അതാണ് ക്യൂട്ട്. ഇനി അടുത്തത്, അടുത്ത സീരീസ് 5D സീരീസ്. ലീന ഹാവ് ഫൺ ട്രാവലിംഗ് വേൾഡ്, റീച്ച് ഔട്ട് അയർലൻഡ്, പ്ലീസ് ആസ്ക് ഹർ. ഇപ്പൊ ലീന ലന്ധാനം, ഹാവ് ഫൺ ഹാവ് ഹാഫ്നിയം, ട്രാവലിംഗ് TA, വേൾഡ് W, റീച്ച് റീനിയം, ഓസ്മിയം ഔട്ട്, ഇറിഡിയം IR, പ്ലാറ്റിനം P, ഗോൾഡിന് A. സോ ദിസ് ഇസ് മെർക്കുറി H. ഇനി 6D സീരീസ്. 6D സീരീസിൽ ഒരു കഥ ഓർത്താൽ മതി. പണ്ട് നമ്മളൊരു കഥ പഠിച്ചിട്ടില്ലേ? രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കരടി അവരെ ആക്രമിക്കാൻ വന്നു. അപ്പോ ഒരാള് മരിച്ചയാളെ പോലെ കിടന്നു, മറ്റേയാൾ ഓടി ഒളിച്ചു. കൊച്ചു ക്ലാസ്സിൽ നിങ്ങളെ ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിച്ചിട്ടില്ല? ആ കഥ ഓർത്താ മതിയേ. അതാണ് ആക്ടീനിയം 6D സീരീസ്. ആക്ട് റിയലി ഡെഡ്, സോ ബിയർ forgets his, meat M, meat. Then dead person react carefully. Dead person react carefully. Act really dead, so bear forgets his meat. Dead person react carefully. ഇതാണ് നമ്മുടെ 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് ആൻഡ് 6D സീരീസ്. ഈ കോഡൊക്കെ ഒന്ന് എഴുതി വെക്കാം, എപ്പോഴെങ്കിലും ഒക്കെ ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ ആണോ? ആരെങ്കിലും ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ഓക്കെ ടോണി, എനിക്ക് യൂസ്ഫുൾ ആണോ ഈ കോഡ്? ഓക്കെ. ഓക്കെ മക്കളെ, എഴുതിയെടുത്തോ.
Finished? എഴുതി കഴിഞ്ഞോ? നിങ്ങൾക്ക് ഇപ്പൊ 12th ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഡി ആൻഡ് എഫ് ഒക്കെ നന്നായിട്ട് പഠിക്കണ ഈ എലമെന്റ്സ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ടെക്നീഷ്യൻ എന്നൊക്കെ പറയുന്ന എലമെന്റ് ചോദിച്ചത് ഏത് ഗ്രൂപ്പിലാ ഏത് പീരീഡിലാ കിടക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് വേണം. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സഹിതം നമുക്ക് വേണം. ഇപ്പൊ പഠിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് 12th ഇത് ബെനിഫിഷ്യൽ ആയിട്ട് വരാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ പഠിച്ച കോഡ് ഡി ബ്ലോക്ക് എലമെന്റ്സ് വൃത്തിക്ക് പഠിച്ചെങ്കിൽ മാത്രമേ കോർഡിനേഷൻ വൃത്തിക്ക് പഠിക്കാൻ പറ്റുള്ളൂ 12th വരുമ്പോൾ. അതിന്റെ ഫണ്ടമെന്റൽ ആണ് നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതൊരു നിസ്സാരമായിട്ട് കണ്ടു ഉഴപ്പരുത്. സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഫിനിഷ് ചെയ്തോ? ബാക്കി നോക്കാം. ക്ലിയർ? എഴുതി കഴിഞ്ഞവരെല്ലാം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, സ്ക്രീൻ മാറ്റിക്കോട്ടെ. ഓക്കെ, അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണേ. 3D സീരീസ് ഞാൻ പറഞ്ഞില്ലേ, ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന 3Dയിലാ. 3D സീരീസ് ആണ്. ഇവിടെ 3D ഓർബിറ്റിലാ ഫില്ല് ചെയ്യുന്ന 10 എലമെന്റ്സ് ഇതിനകത്തുള്ളത്. സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെ. കോൺഫിഗറേഷൻ വരുന്നത് കണ്ടോ? 3D1 4s2 s2 എസിനകത്ത് 2 ഇലക്ട്രോൺ തന്നെയാണ് വരുന്നത്. അതായത് ns2 ns2 n-1 d 1 to 10 ആ വരുന്നത് കേട്ടോ. 1 to 10 ഒന്നുകൊണ്ട് ഡിക്കകത്ത് മാക്സിമം 10 ഇലക്ട്രോൺസിനല്ലേ ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. അതെവിടെ എഴുതിയേക്കുന്നത് 3D1 4s2 D1 ആ സ്കാൻഡിയം. ടൈറ്റാനിയം വരുമ്പോ D2 ഉണ്ടോ? വനേഡിയം വരുമ്പോ D3. ക്രോമിയം ഒരു എക്സെപ്ഷണൽ കേസ് ആണേ. ക്രോമിയം എക്സെപ്ഷണൽ കേസ് ആണെന്ന് നിങ്ങൾ പഠിച്ചില്ലേ? ദിസ് ഈസ് ആൻ എക്സെപ്ഷണൽ കേസ്. എക്സെപ്ഷണൽ കേസ് കാരണം ഇതിന്റെ കോൺഫിഗറേഷൻ 4s2 3D4 എന്നായിരുന്നു. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അത് 4s2 3D5 ആക്കി. D5 എന്ന് പറയുമ്പോൾ ഹാഫ് ഫിൽഡ് ആവുമല്ലോ. ഹാഫ് ഫിൽഡ് ആകുമ്പോൾ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. അതുകൊണ്ട് ക്രോമിയം ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. മാംഗനീസിന് കണ്ടോ D5 4s2, അയൺ ആവുമ്പോ D6, കൊബാൾട്ട് ആവുമ്പോ D7, നിക്കൽ ആവുമ്പോ D8. കോപ്പറും എക്സെപ്ഷണൽ കേസാ. കോപ്പറിന് D10 വന്നോണ്ടോ കംപ്ലീറ്റ്ലി ഫിൽഡ്. സൗണ്ട് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. കോപ്പർ ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. കോപ്പറിനും കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റില്ല കണ്ടോ D10. 4sനകത്ത് 2 ഇലക്ട്രോൺ ഇല്ല, 1 ഇലക്ട്രോണേ ഉള്ളൂ. 4s1 3D10 എന്നാ വരുന്നത്. അതുപോലെ സിങ്കിനകത്ത് 3D10 4s2 ആ. ഡയറക്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. ക്രോമിയവും കോപ്പറും ഒഴിച്ച് മാറ്റി നിർത്തിയാൽ 1 2 3 ഉണ്ടോ? ഇത് 4 അല്ല 5 ആ വരുന്നേ. പിന്നെ 5 6 7 8. കോപ്പർ 9 അല്ല വരുന്ന 10 ആ വരുന്നത്. സിങ്കിനും 10 ആ വരുന്നത്. ഈ കോൺഫിഗറേഷൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺഫിഗറേഷൻ ഇവിടെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഈ ചാപ്റ്ററിനകത്ത് ചോദിക്കത്തില്ല കേട്ടോ. പക്ഷെ നമ്മൾ ജനറലൈസ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. 3D1 4s2 3D2 4s2 1 കണ്ടോ 2 3. ക്രോമിയം എക്സെപ്ഷൻ ആ. അപ്പൊ D5 then 5 6 7 8. കോപ്പർ എക്സെപ്ഷൻ ആ D10 പിന്നെ D10. ഇനി 4D സീരീസ് നോക്കിക്കേ. ഇതിനകത്തൊരു എക്സെപ്ഷൻ വരും പലേഡിയം. പലേഡിയത്തിന്റെ എസ് ഓർബിറ്റിൽ കണ്ടോ 0 ഇലക്ട്രോൺസ് ഇല്ല എന്ന് അറിഞ്ഞിരിക്കണേ. പലേഡിയം 4D10 ആണ്. S orbital has no electrons in the case of palladium. പിന്നെ ഉള്ളത് നമ്മുടെ ലന്താനം ഹാഫ്നിയം. ഇതുപോലെ തന്നെ എലമെന്റ്സ് ഫില്ല് ചെയ്യാം. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഇതല്ലേ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. n-1 D1 to 10 ns1 to 2. ഈ D അല്ല നമ്മൾ എഴുതാം കേട്ടോ, സ്മോൾ ലെറ്റർ D.
ഡി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ആദ്യത്തെ ട്രാൻസിഷൻ സീരീസ് സ്കാൻഡിയം ഇതുണ്ടോ, ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിന് നമ്മൾ 3D സീരീസ്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് ഉണ്ടോ. അതാണ് ആദ്യത്തെ ട്രാൻസിഷൻ സീരീസ്. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് അതാണ് 3D. സ്കാൻഡിയം ടു സിങ്ക്. സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് 4D സീരീസ്, അത് ഇട്രിയം തൊട്ട് കാഡ്മിയം വരെ. തേർഡ് ട്രാൻസിഷൻ സീരീസ് ആണ് 5D സീരീസ്, ലന്താനം തൊട്ട് മെർക്കുറി വരെ. നാലാമത്തതാണ് ഫോർത്ത് ട്രാൻസിഷൻ സീരീസ്. ഫോർത്ത് ട്രാൻസിഷൻ സീരീസ് 6D സീരീസ്, ആക്ടീനിയം തൊട്ട് കോപ്പർനീഷ്യം വരെ. ഇതാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് സീരീസിലാന്നാ പറഞ്ഞ്? ഫസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഏതാണ്, ഏത് ഓർബിറ്റിലാണ്? ഫസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഏത് ഓർബിറ്റിലാണ് ഫിൽ ചെയ്യുന്നത്? 3D എന്ന് പറയണം. 3D. സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് ഏത് ഓർബിറ്റിലാ ഫിൽ ചെയ്യുന്നത്? 4D. തേർഡ് ട്രാൻസിഷൻ സീരീസോ 5D. ഫോർത്ത് ട്രാൻസിഷൻ സീരീസോ 6D. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ കേട്ടോ. Finished. Yes, miss. ഓക്കെ, എല്ലാരും ഓക്കെ ആണല്ലോ അല്ലെ? മിസ് അടുത്ത സ്ലൈഡ് ഷെയർ ചെയ്യുവാണേ. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്തൊക്കെയാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ദേ ആർ ഓൾ മെറ്റൽസ്. ഇവരെല്ലാം മെറ്റൽസ് ആണ്. മെറ്റൽ ആവുമ്പോൾ നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലെ. അവരുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലായിരിക്കും, ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലായിരിക്കും. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. പിന്നെ അയണൈസേഷൻ എനർജി ഓഫ് മോസ്റ്റ് ഓഫ് ദ ഡി ബ്ലോക്ക് എലമെന്റ്സ് ലൈ ഇൻ ബിറ്റ്വീൻ എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക്. എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ഇടയിലുള്ള ഒരു റേഞ്ച് ആയിരിക്കും ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ അയണൈസേഷൻ എനർജി വരുന്നത്. പിന്നെ ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ദാൻ എസ് ബ്ലോക്ക് ആൻഡ് മോർ ഇലക്ട്രോ പോസിറ്റീവ് ദാൻ പി ബ്ലോക്ക്. എസ് ബ്ലോക്കിന്റെ അത്രയും ഇലക്ട്രോ പോസിറ്റീവ് അല്ല, എന്നാൽ പി ബ്ലോക്കിനേക്കാളും ഇലക്ട്രോ പോസിറ്റീവ് ആണ്. പിന്നെ ദേഷ്യോ വേരിയബിൾ വാലൻസി എന്ന് പറഞ്ഞാൽ എന്നാ, ഡിഫറന്റ് വാലൻസി കാണിക്കും. ഡിഫറന്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവർക്കുണ്ട് കേട്ടോ. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഡിഫറന്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. മാംഗനീസ് ഒക്കെയാണ് +2, +3, +4, +5, +7 അത്രയും വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. ഇനി they form both ionic and covalent compounds. അയോണിക് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കാനും സാധിക്കും, അതുപോലെ തന്നെ കോവലന്റ് കോമ്പൗണ്ടിനെയും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഡി ബ്ലോക്ക് എലമെന്റ്സ്. എല്ലാരും തന്നെ മെറ്റൽ ആണെന്ന് അറിയാം. ഇതിനകത്ത് എക്സെപ്ഷൻ മെർക്കുറിയാ. മെർക്കുറി ഏത് സ്റ്റേറ്റിലായിരിക്കുന്ന റൂം ടെമ്പറേച്ചറിൽ? ലിക്വിഡ് ആയിട്ടാ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലിക്വിഡ്. ബാക്കിയെല്ലാം തന്നെ മെറ്റൽസ്. ടീച്ചർ മെർക്കുറി പോയിസണസ് അല്ലേ? അതെ പോയിസണസ് ആണ്. ഇതിനകത്തെ ഒട്ടുമിക്ക സാധനങ്ങളും പോയിസണസ്. കാഡ്മിയം, ഹെവി മെറ്റൽ അയൺസ് വരും. മെർക്കുറി പോയിസണസ് ആട്ടോ. മെർക്കുറി കോമ്പൗണ്ട്സിനെ നമ്മള് ഈ മെർക്കുറി സെല്ലുണ്ടല്ലോ, ബാറ്ററി, അതിനെ ഡിസ്കാർഡ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ ബട്ടൺ സെല്ലില്ലേ, ബട്ടൺ സെല്ല്,
എടാ നമ്മുടെ ബാറ്ററി ബട്ടൺസ് അല്ലേ നിങ്ങൾ ഈ കാൽക്കുലേറ്ററിന്റെ അകത്തൊക്കെ ഇടുന്നത്, വാച്ചിനകത്തൊക്കെ ഇടത്തില്ലേന്ന്, ബട്ടൺ പോലെ ഇരിക്കുന്ന സെല്ലില്ലേ? യെസ് ടീച്ചർ. ആ അത് മെർക്കുറി കോമ്പൗണ്ട്സാ. അപ്പൊ അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യാൻ ഒരുപാട് സൂക്ഷിക്കണം എന്നാ പറയാ. കാരണം ഇത് ഡീകമ്പോസ് ചെയ്ത് പോകത്തില്ല, ഹസാഡസ് ആണ്, ഹസാഡസ് വേസ്റ്റ്, വിഷമുള്ളത്, വിഷം. താങ്ക് യു. ഓക്കെ, അടുത്തത് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ലാന്തനോയിഡ്സ് എന്നാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ആദ്യത്തെ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ പറയുന്നത് ലാന്തനോയിഡ് എന്ന് പറയാൻ കാര്യം, ലന്താനം എന്ന് പറയുന്ന ഡി ബ്ലോക്ക് എലമെന്റിന് ശേഷമായി ഇവർ വരുന്നത്. ലന്താനത്തിന് ശേഷം വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇവരെ ലാന്തനോയിഡ് എന്ന് വിളിക്കുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റിനകത്ത് ആദ്യത്തെ സീരീസ് ആയി വരും കേട്ടോ, ലന്താനത്തിന് ശേഷം. ഈ കോഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ, ഞങ്ങളെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ഫ്രണ്ട്സ് കൂടി ഉണ്ടാക്കിയ ഒരു കോഡായത്. Lanthanoid chemistry provides no problem since everybody goes to Dr. Hello even though you lose. കോഡ് കണ്ടോ? എലമെന്റ്സ് ഞാനൊന്ന് വായിക്കാം. സീരിയം, പ്രസിഡോമിയം, നിയോഡിമിയം, പ്രൊമിത്യം, സമേരിയം, യൂറോപ്പിയം, ഗഡോലിനിയം, ടർബിയം, ഡിസ്പ്രോസിയം, ഹോൾമിയം, എർബിയം, തുലിയം, ഇറ്റർബിയം, ലുട്ടീഷ്യം. ഇതാണ് ലാന്തനോയിഡ് കെമിസ്ട്രി പ്രൊവൈഡ്സ് നോ പ്രോബ്ലം സിൻസ് എവറിബഡി ഗോസ് ടു ഡോക്ടർ ഹെലോ ഈവൻ ദോ യു ലൂസ്. ലാന്തനോയിഡ്സ് കേട്ടോ. ഇത് കാണാതെ ഇപ്പൊ പഠിക്കണ്ട, അടുത്ത വർഷത്തേക്ക് പഠിച്ചാൽ മതി. +2 പഠിക്കാനുള്ളൂ. ഞാൻ എലമെന്റ്സിനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എഴുതിയെടുക്കാം, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓക്കെ, എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ആദ്യത്തെ സീരീസ് കഴിഞ്ഞു. അടുത്ത പറയട്ടെ. എക്സ്ക്യൂസ് മീ മാം. ആ പറഞ്ഞോ. മാം, ഈ എഫ് ബ്ലോക്ക് എലിമെന്റ് ഫസ്റ്റ് എലിമെന്റ് എഫ് ബ്ലോക്കിലെ ഫസ്റ്റ് ബ്ലോക്ക് എലിമെന്റ് ലാന്താനം ആണോ അതോ സിഇ ആണോ? സീരിയവ, സിഇ ആണ്. ലന്താനം ഒരു ഡി ബ്ലോക്ക് എലമെന്റാ. ഓക്കെ മാം. ലന്താനത്തിന് ശേഷം വരുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ ലാന്തനോയിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ മാം. ഫോളോയിങ് ലന്താനം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. ലന്താനത്തിനെ പിന്തുടരുന്ന എലമെന്റുകൾ എന്ന പേരിലാണ് നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. ലന്താനം ഒരു ഡി ബ്ലോക്ക് എലമെന്റാ. എഫ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സീരിയം തൊട്ടാ. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, ഓക്കെ. അടുത്തത് ആക്ടിനോയിഡ്സ് ആണ്. ആക്ടിനോയിഡ്സ് ഇതുപോലെ തന്നെയാ. ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 എലമെന്റ്സ് ആണ് ആക്ടിനോയിഡ്സ് കേട്ടോ. ആക്ടിനോയിഡ് എന്നും പറയും, ആക്ടിനൈഡ് എന്നും പറയും. ആക്ടിനോയിഡ്സ് എന്നും പറയാറുണ്ട്. 5F ആണ്. മറ്റേത് നമ്മൾ ലാന്തനോയിഡ്സ് കണ്ടത് 4F ബ്ലോക്ക് കേട്ടോ. ഇത് 5F ആ ഫില്ല് ചെയ്യുന്നത്. സോ ആക്ടീനിയം ഡി ബ്ലോക്ക് ആണേ. പ്രൊട്ടക്ടീനിയം, യൂറോപ്പിയം, നെപ്റ്റൂണിയം, പ്ലൂട്ടോണിയം, അമരീഷിയം, ക്യൂരിയം, ബെർക്കീലിയം, കാലിഫോർണിയം, ഐൻസ്റ്റീനിയം, ഫെർമിയം, മെന്റലീവിയം, നൊബീലിയം, ലോറൻഷ്യം. ഇതാണ് എലമെന്റ്സിന്റെ പേര്. ഈ പ്രൊട്ടക്ടീനിയം ഓർത്ത് വെക്കാമെങ്കിൽ ഇത് 3 പ്ലാനറ്റിന്റെ പേര്. ഇതുണ്ടോ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ പ്ലാനറ്റ്സ്? യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോൺ. അതങ്ങ് പഠിച്ചാൽ മതി. യുറേനിയം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം. പിന്നെ ഇതൊക്കെ സയന്റിസ്റ്റിന്റെ പേരാ.
ഇത് രാജ്യങ്ങളുടെ പേര് വെച്ചിട്ടുള്ള അമരീഷ്യം, അമേരിക്ക, അമരീഷ്യം, ദെൻ ക്യൂലിയം, ബെർക്കീലിയം, കാലിഫോർണിയം, കണ്ടോ CF, കാലിഫോർണിയം. പിന്നെ ഉള്ളത് ശാസ്ത്രജ്ഞന്മാരുടെ പേര് ഐൻസ്റ്റീൻ, ഐൻസ്റ്റീനിയം, ഫെർമി, ഫെർമിയം. മെന്റലീവിന്റെ ചേർത്തുള്ളൊരു എലമെന്റ് ഉണ്ട് കണ്ടോ, മെന്റലീവിയം, നൊബീലിയം, ദെൻ ലോറൻഷ്യം. ഇതാണ് 5F ബ്ലോക്ക് എലമെന്റ്സ്. 5F ബ്ലോക്ക് എലമെന്റ്സ്. ആ കഴിഞ്ഞോ? പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയാലും മതി കേട്ടോ, നോട്ടിലോട്ടെല്ലാം എഴുതി എടുക്കണമെന്നില്ല. ഐൻസ്റ്റീനിയം എന്ന് പറഞ്ഞ ബഹുമാന സൂചകമായി മാത്രം ഇട്ടതാണ്. അതുപോലെ അദ്ദേഹം ആരുടെ? കണ്ടുപിടിച്ചൊന്നുമല്ലോ. ഐൻസ്റ്റീനിയം ബഹുമാന സൂചകമായി മാത്രം ആ, ഇട്ടാണല്ലോ. അതെ 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 അദ്ദേഹം അതെ. കണ്ടുപിടിച്ചൊന്നുമല്ലോ. അദ്ദേഹമാണ് അത് ഡിസ്കവർ ചെയ്യുന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ. ഫിസിസിസ്റ്റ് വേണേ ആയിരുന്നു ഞാനത് ആണ്. നോക്കാം. അല്ല, ബഹുമാന സൂചകമായിട്ട് ഇട്ടേക്കുന്ന. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഇനി അപ്പം നമ്മൾ ഇപ്പൊ കണ്ട ലാന്തനൈഡ്സിന് ആക്ടിനോയിഡ്സിനെ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. ഇവരെ നമ്മൾ വിളിക്കുക ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാ. ട്രാൻസിഷൻ എന്നല്ല വിളിക്കുന്നത്, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. N-2 F1 to 14. F ഓർബിറ്റലിനകത്ത് 14 ഇലക്ട്രോൺസിന് മാക്സിമം കയറാവെന്ന് അറിയാമല്ലോ അല്ലെ. എസ് ഓർബിറ്റിൽ മാക്സിമം 2 ഇലക്ട്രോൺസിനെ പറ്റത്തുള്ളൂ. പിക്കകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസിന് ഇരിക്കാം? പി ഓർബിറ്റലില് 6 ഇലക്ട്രോണിന്, ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോണിന്, എഫ് സബ്ഷെല്ലില് 14 ഇലക്ട്രോൺസിന് ഇരിക്കാം. അപ്പൊ അതറിഞ്ഞിരിക്കണേ. ഇത് ഇന്നർ ഏറ്റവും ഔട്ടർ ഓർബിറ്റൽ ഏതാ? NS. ഇതാണ് ഏറ്റവും പുറത്തുള്ളത്. പിന്നെ അതിന്റെ തൊട്ടകത്തുള്ളതാണ് N-1. അതാ പറയുന്നത് തൊട്ടകത്തെ ഷെല്ല്. ഏറ്റവും പുറത്തതാണ് NS. അതിന്റെ ഉള്ളിലിരിക്കുന്നതാണ് N-1. കണ്ടോ, D 0 to 1 ആണ്. അതിന്റെ ഉള്ളിലിരിക്കുന്നതാണ് N-2 F. അതാ പറയുന്നത് ഇന്നർ ട്രാൻസിഷൻ. കണ്ടോ, ഇന്നർ, ഇറ്റ് ഈസ് ഡീപ്ലി ബെറീഡ് ഇൻസൈഡ് ആറ്റം. ആറ്റത്തിന്റെ ഏറ്റവും ഉള്ളിലാണ്, ഡീപ്ലി ബെറീഡ് ആണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ലാന്തനൈഡ് എലമെന്റ്സ് 14 എലമെന്റുകളാണ് ഉള്ളത് ആഫ്റ്റർ ലന്ധാനം. കണ്ടോ, ലന്ധാനത്തിന് ശേഷം. അതുപോലെ ആക്ടിനൈഡ് 5F സീരീസ് ആണ്, 14 എലമെന്റ്സ് ആഫ്റ്റർ ആക്ടീനിയം. ആക്ടീനിയത്തിന് ശേഷം ഉള്ള 14 എലമെന്റ്സ്, അതാണ് ആക്ടിനൈഡ്സ്. ഇപ്പൊ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ.
ഓക്കെ, ഫിനിഷ് ചെയ്തോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോട്ട് ചെയ്തോ? Okay, everybody? Everybody in the class ഒന്ന് chat box ഒന്ന് respond ചെയ്ത്. Okay. The lanthanoids start ചെയ്യുന്ന സീരിയം ടു ലുട്ടീഷ്യം കേട്ടോ. സീരിയം എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന എലമെന്റ് ലുട്ടീഷ്യം വരെ. ആക്ടിനോയിഡ്സ് ആണെങ്കിൽ തോറിയം തൊട്ട് ലോറൻഷ്യം വരെ. ഓക്കെ, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് ദ പീരിയോഡിക് ടേബിൾ. എലമെന്റ്സിന്റെ പീരീഡാ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പം പീരിയോഡിക് ടേബിൾ എല്ലാം അക്രോസ് ദ പീരീഡാ പറയുന്നത്. ഇതുവരെ നമ്മൾ ഓരോ ബ്ലോക്കിനെ എടുത്ത് പഠിക്കുമായിരുന്നു. എസ് ബ്ലോക്ക് പഠിച്ചു, പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കണ്ടു, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കണ്ടു, എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കണ്ടു. ഇനി പീരീഡ്, ഓരോ പീരീഡ് വൈസ് നമ്മൾ പഠിക്കുക. പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ പീരീഡിനകത്ത് 2 എലമെന്റ്സ് ഉള്ളത്. Filling of electron in the first shell n is equal to 1. Since this energy shell has only one orbital which can accommodate only 2 electrons, therefore first period has only 2 elements. ആദ്യത്തെ പീരീഡിനകത്ത് 2 എലമെന്റ് ഉള്ളത് ആരൊക്കെയാണ്? ഹൈഡ്രജനും ഹീലിയവും. ശരിയല്ലേ? ഹൈഡ്രജനും ഹീലിയവും മാത്രമല്ലേ ഉള്ളൂ ആദ്യത്തെ പീരീഡ്. ശരിയല്ലേ? Yes, miss. ഓക്കെ, ഹൈഡ്രജന്റെ കോൺഫിഗറേഷൻ എന്നാ വരും? ഹൈഡ്രജൻ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ, അപ്പൊ 1s1. ഹീലിയം ആണെങ്കിൽ 2 ഇലക്ട്രോൺസ്, 1s2. ഇനി രണ്ടാമത്തത് സെക്കൻഡ് പീരീഡ്. സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പം n is equal to 2 ആ അല്ലേ? ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ n is equal to 1 എന്നാ വരുന്നത്, 1 അല്ലെ? അപ്പൊ 1s മാത്രമേ ഉള്ളൂ. എസിനകത്ത് മാക്സിമം 2 ഇലക്ട്രോൺസിനെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് 2 എലമെന്റ് അവിടെ ഉള്ളൂ. ഇനി n is equal to 2 ആ. n equal to 2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? L ഏതൊക്കെ വരും? ഏ 1s2 വരാം, പിന്നെ 2s വരാം, 2s. 2s2, 2p6 വരെ വരത്തില്ലേ? അല്ലേ? ശരിയല്ലേ? ഔട്ടർ മോസ്റ്റ് എത്ര എണ്ണം വരെ വരാം? 8 എണ്ണം വരെ വരത്തില്ലേ? നോക്ക്, 2 2 4, 4 6 മൊത്തം എത്ര എലമെന്റ്സിന് വരെ വരാം? 10 ഇലക്ട്രോൺസ് വരെ ഇതിനകത്ത് ഫില്ല് ചെയ്യപ്പെടാം. ശരിയല്ലേ? ഒരു എസും 1 2s-ഉം 3 3p ഉണ്ട്, which can accommodate 8 electrons. So therefore second period contains 8 elements. ലിഥിയം തൊട്ട് നിയോൺ വരെ. ഇപ്പൊ സെക്കൻഡ് പീരീഡില് 8 എലമെന്റുകൾ. സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ n equal to 2 കേട്ടോ. ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ n is equal to 1 ആണ്. സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ n is equal to 2 ആണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പീരീഡിനകത്ത് എത്ര ഇലക്ട്രോൺ? സെക്കൻഡ് 2s 3 3p ആ. 3 3pക്കകത്ത് 6 ഇലക്ട്രോൺസ് പറ്റും. ഒരു 2sനകത്ത് 2 ഇലക്ട്രോൺ, അങ്ങനെ 6ഉം 2ഉം 8 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം. അപ്പൊ 8 എലമെന്റ് ആണ് രണ്ടാമത്തെ പീരീഡിനകത്ത് ഉള്ളത്. ഓക്കെ, സിമ്പിളായ കാര്യമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു ടഫ് കാര്യവും പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്ത പറയട്ടെ. തേർഡ് പീരീഡ് കണ്ടോ? തേർഡ് പീരീഡ് എന്ന് പറയുമ്പോൾ n is equal to എത്ര വരും? 3. n is equal to 3. എത്ര എലമെന്റ്സ് ഉണ്ട്? 8 എലമെന്റ് ഉണ്ട്, സോഡിയം തൊട്ട് ആർഗൺ വരെ. ഇനി ഫോർത്ത് പീരീഡ് എന്ന് പറയുമ്പോൾ n is equal to 4 ആണ്,
18 എലമെന്റ് ഉണ്ട് കേട്ടോ, 18 എലമെന്റ്സ്, പൊട്ടാസ്യം തൊട്ട് ക്രിപ്റ്റോൺ വരെ. 5th പീരീഡ് എന്ന് പറയുമ്പോൾ n is equal to 5 ആണ്, അവിടെയും 18 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയല്ലേ വരുന്നത്, 2 8 8 18 18 ഉണ്ടോ, ഇങ്ങനെയാ വരുന്നത് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് അക്രോസ് ദി പീരീഡ്. ഇതൊന്ന് നോട്ട് ചെയ്യേ, എഴുതിയെടുക്കണം എല്ലാരും കേട്ടോ. Finished? Tony, electronic configuration of elements of. അത് നമ്മൾ ഫില്ല് ചെയ്താൽ മതി. നമുക്ക് ജനറൽ കോൺഫിഗറേഷൻ അറിഞ്ഞിരുന്നാൽ പോരെ, ഏത് എലമെന്റിന്റെയും കോൺഫിഗറേഷൻ എഴുതത്തില്ല. അതിനാ ഓരോ ഗ്രൂപ്പും പഠിപ്പിച്ചപ്പം ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ പഠിപ്പിച്ചില്ലേ, അത് അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാ. ഇൻഡിവിജ്വൽ എലമെന്റിന് നമ്മൾ എഴുതേണ്ട കാര്യമില്ല, ആ ഗ്രൂപ്പിന്റെ കോൺഫിഗറേഷൻ പഠിച്ചാൽ മതി. ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. ആരാ ചോദിച്ചേ, ചോദിച്ചോളൂ. എന്താ മോനെ, ആരെങ്കിലും ചോദിച്ചോ എന്തേലും? ഓക്കെ, അടുത്തത് 6th പീരീഡ്. 6th പീരീഡ് 32 എലമെന്റ്സ് ആണ്. Cesium to radon. Cesium to radon. Then 7th period again 32 elements. N equal to 7. From francium to organism. From francium to organism. From francium to organism. അങ്ങനെ 7 പീരീഡ് അല്ലേ മൊത്തം ഉള്ളത്, 7 പീരീഡ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. 18 ഗ്രൂപ്പും 7 പീരീഡും അല്ലേ ഉള്ളത് പീരിയോഡിക് ടേബിളിനകത്ത്. ഓക്കെ, കോൺഫിഗറേഷൻ ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിൽ ഒറ്റ സ്ലൈഡിലാക്കിയിട്ടുണ്ട്. എസ് ബ്ലോക്ക് NS1 to 2, P ബ്ലോക്ക് NS2 NP 1 to 6, D ബ്ലോക്ക് എലമെന്റ് N-1 D1 to 10 NS0 to 2, F ബ്ലോക്ക് എലമെന്റ്സ് N-2 F0 to 14 N-1 D0 to 2 NS2.
അപ്പൊ എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ഡി ബ്ലോക്കിന്റെ എഫ് ബ്ലോക്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നിങ്ങളുടെ നോട്ടയിലും ഇതുപോലെ ഒരു ബോക്സ് വല്ലതും വരച്ചിട്ട് അതിനകത്ത് എഴുതി എടുക്കുവാണെങ്കിൽ കൊള്ളാം. ഓക്കെ മക്കളെ, എഴുതിയെടുത്തോ? ബോക്സിനകത്ത് എഴുതിയെടുത്തോ? എവറിബഡി ഫിനിഷ്ഡ്? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഓക്കെ ഫൈൻ. ഇതല്ലേ നമ്മുടെ പീരിയോഡിക് ടേബിള്. ലെഫ്റ്റ് സൈഡില് എസ് ബ്ലോക്ക്, റൈറ്റ് സൈഡില് പി ബ്ലോക്ക്, മിഡിൽ പോർഷന് ഡി ബ്ലോക്ക്, ഏറ്റവും ബോട്ടം പോർഷനില് എഫ് ബ്ലോക്ക്. ഇതൊക്കെ അറ്റ് എ ഗ്ലാൻസ് ഒന്ന് നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോണ വേഗം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാവർക്കും പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഒരു നല്ല ധാരണ കിട്ടിയോ? എസ് ബ്ലോക്ക് എവിടെയാ, പി ബ്ലോക്ക് എവിടെയാ, ഡി ബ്ലോക്ക് എവിടെ ആയിരിക്കുന്നത്, എഫ് ബ്ലോക്ക് എവിടെ ആയിരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിയോ എവരിബഡി? Yes, teacher. ഓക്കെ. ഓക്കെ ഫിനിഷ്ഡ്? ഓക്കെ, പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. Properties such as melting point, boiling point, density, atomic volume, etc. are the properties of group of atoms together and are indirectly related to their electronic configuration. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ഈ മെൽറ്റിംഗ് പോയിന്റോ ബോയിലിംഗ് പോയിന്റ് ഡെൻസിറ്റി എന്നൊക്കെ പഠിക്കുന്നത് ഒരു സിംഗിൾ ആറ്റം എടുത്തിട്ട് നമ്മൾ ബോയിലിംഗ് പോയിന്റ് പറയാന്ന് പറയുന്ന മീനിങ്ലെസ് ആണ്. അതൊരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസിന്റെ അല്ലെ മോളിക്യൂളിന്റെ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിന്റെ നമുക്ക് പറയാൻ പറ്റുള്ളൂ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് അല്ലെ ഡെൻസിറ്റി ഇന്നതാ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുക. ശരിയല്ലേ? ഒരു സിംഗിൾ ആറ്റം എടുത്തിട്ട് ഒരു സിംഗിൾ മോളിക്യൂൾ എടുത്തിട്ട് ഇതിന്റെ ഡെൻസിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ?
ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? കുഞ്ഞുങ്ങളെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? സോ ദ പ്രോപ്പർട്ടീസ് സച്ച് ആസ് മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നതിലൂടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അതിന്റെ പ്രോപ്പർട്ടീസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. So all these properties which are directly or indirectly depend on the electronic configuration of the elements are the atomic properties or the periodic property. ഇതെല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ആശ്രയിച്ചായിരിക്കുന്നത്. എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ പറഞ്ഞായിരുന്നു അറ്റോമിക് നമ്പറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതായത് ഫിസിക്കൽ അഥവാ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ് ഡിപ്പെൻഡ് അപ്പോൾ അറ്റോമിക് നമ്പർ ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ആ ഇലക്ട്രോൺസിനെ ഓരോ ഷെല്ലിലും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോർമാറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാം. അപ്പൊ അൾട്ടിമേറ്റ്ലി നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോണിക് കോൺഫിഗറേഷനെയാണ് ഇതെല്ലാം ആശ്രയിക്കുന്നത്. അപ്പൊ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് എന്താണ് സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെ ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് നോക്കാം. The decrease in the force of attraction exerted by the nucleus on the valence electron due to the presence of the inner electrons. അപ്പൊ മനസ്സിലായോ? അതായത് ന്യൂക്ലിയസിന് ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺസിനെ, ഇത് ന്യൂക്ലിയസ് ആണ്, ഏറ്റവും പുറത്തിരിക്കുന്ന ഇലക്ട്രോൺസിനുമായിട്ട് ഈ ന്യൂക്ലിയസിന് വളരെ ലെസ് അട്രാക്ഷൻ ഉണ്ടാകത്തില്ല. കാരണം ഈ ഇടയ്ക്കുള്ള ഇലക്ട്രോൺസ് ഒക്കെ കൊണ്ട് ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യും. മനസ്സിലായി? ഇടയ്ക്കുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഒരു ഷീൽഡ് പോലെ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ ന്യൂക്ലിയസിന് ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺസിനുമായിട്ട് വലിയ ഇന്ററാക്ഷൻ ഉണ്ടാകത്തില്ല. അതിനെയാണ് നമ്മൾ സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെ ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ ഇത് എന്താന്നുള്ളത്. ഇമ്പോർട്ടന്റ് ആണേ. ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെ ഷീൽഡിംഗ് ഇഫക്റ്റ്. Decrease in the force of attraction exerted by the nucleus on the valence electron due to the presence of electrons in the inner shells. പിടികിട്ടിയോ? അതാണ് സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് ഇഫക്റ്റ്. ഇപ്പൊ ഇന്നർ ഷെല്ലിലെ ഇലക്ട്രോൺസ് ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് എ ഷീൽഡ്. ഇറ്റ്സ് ലൈക്ക് എ ഷീൽഡ്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായോ? എന്താണ് സ്ക്രീനിങ് ഇഫക്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ എവരിബഡി. ഓക്കെ, എൽവിൻ, ദീപു, ഒന്നുകൂടെ പറയാവേ. അതായത് ഇലക്ട്രോണിക് ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസിന് അറേഞ്ച്മെന്റ് അറിയാലോ. ഓരോ ഷെല്ലിലുമാണ് ഇലക്ട്രോൺസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഏറ്റവും സെന്ററിൽ ഇങ്ങനെ ന്യൂക്ലിയസ് ഇരിക്കുക. ഈ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണല്ലോ. അപ്പൊ ഈ ന്യൂക്ലിയസിന് ഏറ്റവും പുറത്തുള്ള ഷെല്ലിലെ ഇലക്ട്രോണുമായിട്ട് ആകർഷണം കുറയും. കുറയുന്നതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ ഒരു ഷീൽഡ് പോലെ അങ്ങ് ആക്ട് ചെയ്യും. അപ്പൊ ഇത് അയാളുമായിട്ട് അങ്ങ് കൂടുതൽ അട്രാക്ട് ചെയ്യും. പക്ഷെ ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺസിന് ആകർഷണം കുറവായിരിക്കും. ഈ ഒരു പ്രതിഭാസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഷീൽഡിംഗ് ഇഫക്റ്റ് അഥവാ സ്ക്രീനിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. എന്തോ ഈ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ കൂടുതൽ ദൂരത്തായതുകൊണ്ടായിരിക്കും ഇതിന്റെ പോസിറ്റീവ് ചാർജ് കുറവ്. അതും കൂടി ഇല്ലേ? അതും കൂടെ ചേർത്തല്ലേ? അല്ലേ? ഡിസ്റ്റൻസ് മാത്രമല്ല അവിടുത്തെ ഫാക്ടർ. ഡിസ്റ്റൻസ് ഒത്തിരി അകന്നിരിക്കുന്നത് കൊണ്ട് ഉള്ളതല്ല അതിന്റെ അകത്തെ ഫാക്ടർ. അതിനകത്ത് കറക്റ്റ് പോയിന്റ് ചെയ്യാൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഒത്തിരി അകന്നിരിക്കുക ചെറിയ ഘടകം മാത്രമേ ഉള്ളൂ. ന്യൂക്ലിയസ് ഫോഴ്സ് അല്ലേ. അപ്പൊ ന്യൂക്ലിയസിനെ എങ്ങനെയാണെങ്കിലും ഇയാളെ ആകർഷിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഇൻഫ്ലുവൻസ് കുറയുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചാല്
ഈ സ്ക്രീനിങ് Electron ഇഫക്റ്റ് shield. അവിടെ ഉള്ളത് കൊണ്ടാ, അല്ലെ ഈ ഷീൽഡിംഗ് ഇഫക്റ്റ് അവിടെ ആക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ആ ഡിസ്റ്റൻസ് ഒരു ഫാക്ടർ ആണെങ്കിൽ അതൊരു മേജർ ഫാക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഇഫക്റ്റീവ്, ചെറിയൊരു എഫക്റ്റ് മാത്രം ഉണ്ടാകുന്നല്ലേ? അതെ അതെ, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. അപ്പൊ ഡ്യൂ ടു ദ സ്ക്രീനിങ് ഇഫക്റ്റ് ദ വാലൻസ് ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ലെസ് അട്രാക്ഷൻ ടുവേർഡ്സ് ന്യൂക്ലിയസ്, അല്ലെ? മുമ്പേ നമ്മൾ കണ്ട സ്ക്രീനിങ് ഇഫക്റ്റ് കാരണം വാലൻസ് ഇലക്ട്രോൺസിന് ന്യൂക്ലിയസുമായിട്ട് വലിയ ആകർഷണം ഉണ്ടാവില്ല. ആൻഡ് ദിസ് ബ്രിങ്സ് ഡിക്രീസ് ഇൻ ദ ന്യൂക്ലിയർ ചാർജ്. അങ്ങനെ ന്യൂക്ലിയർ ചാർജ് കുറയും, ആക്ച്വലി പ്രസന്റ് ഓൺ ദ ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് കുറയും. ദിസ് റെഡ്യൂസ്ഡ് ന്യൂക്ലിയർ ചാർജ് ഈസ് കോൾഡ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ദിസ് ഇസ് കോൾഡ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അതായത് ആ സ്ക്രീനിങ് ഇഫക്റ്റിന്റെ ഫലമായിട്ട് വന്ന ന്യൂക്ലിയസിന്റെ ചാർജിന്റെ കോൺസിക്വൻസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. മനസ്സിലായോ? ലെസ് അട്രാക്ഷൻ ആയിരിക്കും ന്യൂക്ലിയസിനോട്. അപ്പൊ അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി ഇത് ഓൾ ടുഗെദർ, അല്ലെ, ഫൈനലി അതിന്റെ ചാർജ് കുറയും. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ഇസ് ഡിഫക്റ്റീവ്, ദി ടോട്ടൽ ഇഫക്റ്റീവ് ചാർജ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ന്യൂക്ലിയസ്. അതാണ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. അല്ലെ, ചാർജ് ഓഫ് ദി ന്യൂക്ലിയസ് എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അത് രണ്ടും ഒന്ന് എഴുതി എടുത്തേക്കണേ, സ്ക്രീനിങ് ഇഫക്റ്റും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും, കേട്ടോ. യഥാർത്ഥത്തിൽ ആ ന്യൂക്ലിയസിൽ ഉണ്ടാകേണ്ട ചാർജിനേക്കാളും ചാർജ് കുറയും, സ്ക്രീനിങ് ഇഫക്റ്റ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന റിസൾട്ടന്റ് ന്യൂക്ലിയർ ചാർജിനെയാണ് നമ്മൾ ഇസഡ് ഇഫക്റ്റീവ് അല്ലെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. The reduced nuclear charge experienced by the electron ആണോ? എക്സ്പീരിയൻസ്ഡ് ബൈ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നേ, ഇലക്ട്രോൺ അല്ല. ആ ഓക്കെ, ഫിനിഷ്ഡ്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന പീരിയോഡിക് ട്രെൻഡാ. ഓരോ പീരിയോഡിക് ട്രെൻഡും ആ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ നീറ്റിന് എൻട്രൻസിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അറ്റോമിക് റേഡിയസ് എന്താണ്, അയോണിക് റേഡിയസ് എന്താണ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇത്രയും പീരിയോഡിക് ട്രെൻഡാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ളതെല്ലാം എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടി വരും. അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ആദ്യം പഠിക്കേണ്ടത് അറ്റോമിക് റേഡിയസ് എന്താന്നുള്ളതാണ്. ആറ്റത്തിന്റെ റേഡിയസ് എടുക്കാൻ പറ്റുമോ? പോസിബിൾ ആണോ? ആറ്റത്തിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? എന്ത് പറയുന്നു നിങ്ങള്? ആറ്റത്തിനെ കാണാൻ പറ്റുമോ? നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണത്തില്ല. അത്രയും ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ആളാണ് ആറ്റം, അല്ല, ഏറ്റവും ഫണ്ടമെന്റലാ. അപ്പൊ അയാളുടെ റേഡിയസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? ലിറ്ററലി അത് പോസിബിൾ അല്ല. ഓക്കെ, കണ്ടോ, എക്സാക്ട് മെഷർ ഓഫ് അറ്റോമിക് റേഡിയസ് ഈസ് നോട്ട് ഈസി. ഇത് ഈസി അല്ല. എന്തൊക്കെയാ കാരണം? ദ ആറ്റം ഡസ് നോട്ട് ഹാവ് എ വെൽ ഡിഫൈൻഡ് ബൗണ്ടറി. ആറ്റത്തിന് ഒരു വെൽ ഡിഫൈൻഡ് ബൗണ്ടറി ഒന്നുമില്ല. It is not possible to get an isolated atom.
ഐസൊലേറ്റഡ് ആറ്റത്തിനെ നമുക്ക് കിട്ടുമോ? ആറ്റം എപ്പോഴും എങ്ങനെയാ മോളിക്യൂളും കോമ്പൗണ്ടുകളും ഒക്കെ ആയിട്ടല്ലേ എക്സിസ്റ്റ് ചെയ്യുക. പിന്നെ സൈസ് ഓഫ് ആൻ ആറ്റം ഈസ് വെരി വെരി സ്മോൾ. അതുകൊണ്ടോ 1.2 ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ 1.2 ഇൻറ്റു 10⁻⁻10 മീറ്റർ. കണ്ടോ 0.00000000 9 സീറോ കഴിഞ്ഞിട്ടാ 1 2 വരുന്നത്. അത്രയും ചെറിയ വാല്യൂ ആ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ നമ്മൾ ഏകദേശം ഒരു ഐഡിയ മാത്രമേ പറയുന്നുള്ളൂ. അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർമോസ്റ്റ് ഷെൽ where the electron is present. ന്യൂക്ലിയസിന്റെ സെന്ററും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എവിടെയാണോ ഇലക്ട്രോൺ ഇരിക്കുന്നത് അതും തമ്മിലുള്ള ദൂരത്തെയാണ് അറ്റോമിക് റേഡിയസ് എന്ന് നമ്മൾ പറയുന്നത്. You can see. ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ ന്യൂക്ലിയസിന്റെ സെന്ററും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ട് ഈ ദൂരം. സെന്റർ ഓഫ് ദ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഈ ഡിസ്റ്റൻസ്, ഇതിനെയാണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർമോസ്റ്റ് ഷെൽ വേർ ദ ഇലക്ട്രോൺ ഈസ് പ്രസന്റ്. അതാണ് അറ്റോമിക് റേഡിയസ്. ഓക്കെ, അറ്റോമിക് റേഡിയസ് എന്താന്ന് കിട്ടിയോ? റോസ്മി മനസ്സിലായില്ല? മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ഓക്കെ, നോട്ട് ചെയ്യണേ. ഡെഫിനിഷൻ എഴുതി എടുക്കണേ, അറ്റോമിക് റേഡിയസിന്റെ ഡെഫിനിഷനെ. ഓക്കെ, എഴുതി കഴിഞ്ഞോ? നോട്ട് ചെയ്തോ? യെസ് മിസ്. ഓക്കെ, അടുത്തത് കോവലന്റ് റേഡിയസ് ആണേ. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന കോവാലന്റ് റേഡിയസ് കേട്ടോ. കോവാലന്റ് റേഡിയസ്. കോവാലന്റ് റേഡിയസ് കണ്ടോ, ഹാഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ന്യൂക്ലിയൈ ഓഫ് ടു like atoms bonded together by a single covalent bond. Covalent radius is used for non-metals. അതായത് കോവലന്റ് കോമ്പൗണ്ട്സ് ഇല്ലേ, അത് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. കോവലന്റ് കോമ്പൗണ്ട് നോൺ മെറ്റൽസ് ഇല്ലേ, നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ F2 Cl2 Br2 I2 എന്നൊക്കെ നമ്മൾ പഠിക്കുകയല്ലേ. അങ്ങനെയുള്ള എലമെന്റ്സിന്റെ വേണം നമ്മൾ കോവലന്റ് റേഡിയസ് കണ്ടുപിടിക്കാൻ. ഇപ്പൊ രണ്ട് ആറ്റങ്ങൾ ഇങ്ങനെ മോളിക്യൂൾ ആയിട്ട് ഫോം ചെയ്തിരിക്കുക, രണ്ടുപേരുടെയും ന്യൂക്ലിയസിന്റെ സെന്ററിൽ തമ്മിലുള്ള ദൂരം, അതാ കോവലന്റ് റേഡിയസ്. കണ്ടോ, ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കോവലന്റ് റേഡിയസ് എന്ന്. കണ്ടോ, രണ്ട് ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിനിടയിലുള്ള ദൂരം, അതാണ് കോവാലന്റ് റേഡിയസ്. ന്യൂക്ലിയൈ ഓഫ് ടു ലൈക്ക് ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ആറ്റംസ് എന്നാ പറഞ്ഞത്. ലൈക്ക് ആറ്റംസ് ഒരേപോലെ, സിമിലർ ആറ്റംസ് എന്ന് പറഞ്ഞാലും മതി. ബോണ്ടഡ് ടുഗദർ ബൈ എ സിംഗിൾ കോവാലന്റ് ബോണ്ട്.
അപ്പൊ അതാണ് കോവാലന്റ് റേഡിയസ്. നോട്ട് ചെയ്തോ? അറ്റോമിക് റേഡിയസ് കണ്ടെത്താനുള്ള മെത്തേഡല്ലേ ടീച്ചർ ഇത്? എന്തോ? അറ്റോമിക് റേഡിയസ് കണ്ടെത്താനുള്ള ഒരു മെത്തേഡല്ലേ പല മെറ്റൽസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, പല എലമെന്റ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡല്ലേ ഇത്? അല്ല, കോവലന്റ് അല്ലേ? റേഡിയസ് വേറെയാ. നോൺ മെറ്റൽസിന്റെ കേസിൽ മാത്രമേ നമുക്ക് കോവലന്റ് റേഡിയസ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം കോവലന്റ് കോമ്പൗണ്ടിനെ തരണം. അല്ല, ഇതൊക്കെ ആറ്റോമിക് റേഡിയസ് കണ്ടെത്താനുള്ള മെത്തേഡ് അല്ലേ? പറഞ്ഞ ഒരു ആറ്റത്തിന്റെ റേഡിയസ്, സിംഗിൾ ആറ്റത്തിന്റെ റേഡിയസ്. ഓ, അങ്ങനെയല്ലേ? ആ, സിംഗിൾ ആറ്റത്തിന്റെ റേഡിയസ് ആറ്റോമിക് റേഡിയസ്. അതിനൊത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ പോസിബിൾ അല്ലെന്ന്. അതിന്റെ റീസണും താഴെ പറഞ്ഞിട്ടില്ലേ? ഒരു സിംഗിൾ ആറ്റത്തിനെ എടുത്ത് പിടിച്ചിട്ട് അതിന്റെ റേഡിയസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. അതാ നമ്മൾ അതിന്റെ താഴെ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തില്ലേ, ഒരു ആറ്റത്തിന് ഫിക്സഡ് ബൗണ്ടറി ഒന്നും ഇല്ല. പിന്നെ നമ്മൾ ഏത് അളവ് വെച്ചിട്ടാ നമ്മളെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിന്റെ ദൂരമൊക്കെ കണ്ടുപിടിക്കുക. അപ്പൊ അത് പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ തിയറട്ടിക്കലി നമുക്ക് പറയാം, ഒരു തിയറി ബേസ്ഡ് നമുക്ക് പറയാം. തിയറട്ടിക്കലി പറയാന്നുള്ളതേ ഉള്ളൂ, പ്രാക്ടിക്കലി ഇറ്റ് വോണ്ട് വർക്ക്. നിങ്ങൾ തന്നെ ചിന്തിച്ചിരിക്കും, ആറ്റത്തിന്റെ കണ്ണുകൊണ്ട് പോലും കാണത്തില്ല, പിന്നെ ആ ആറ്റത്തിന്റെ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാനാ? ഹൗ ഇറ്റ് പോസിബിൾ? ഇതൊരു തിയറട്ടിക്കൽ ബേസ്ഡ് ആ നമ്മൾ പറയുക എപ്പോഴും ആറ്റമിക് റേഡിയസും ഒക്കെ. കോവലന്റ് റേഡിയസ് ഒരു പരിധി വരെ അതൊക്കെ തന്നെ. പിന്നെ നമുക്ക് ഇത് കോവലന്റ് മോളിക്യൂൾ ആയതുകൊണ്ട് ഇപ്പൊ നോൺ മെറ്റൽ എഫ് തമ്മിൽ ആ ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നെങ്കിൽ നമുക്ക് പറയാലോ അവരുടെ രണ്ടുപേരുടെ ന്യൂക്ലിയസിന് ഇടയിലുള്ള ദൂരം, ആ ഡിസ്റ്റൻസ്, അതാ കോവലന്റ് റേഡിയസ്. നമ്മളിന്ന് പഠിച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിച്ചാ പോരെ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചേ, ഇന്ന് പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണ്ടതായിട്ടുണ്ടെങ്കിൽ. എന്തോ? ഈ അയണൈസേഷൻ എനർജി കൂടുമ്പോഴാണോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നത്? ഇലക്ട്രോൺ കണ്ടക്ടിവിറ്റിയോ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അയണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുമായിട്ട് കണക്ഷൻ ഇല്ല മോനെ. അയണൈസേഷൻ എനർജി വേറൊരു കോൺസെപ്റ്റ് ആണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മറ്റൊരു കോൺസെപ്റ്റാണ്. രണ്ടും രണ്ട് കോൺസെപ്റ്റാണ്. എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ അവർ തമ്മേ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന്റെ ഒരു റിലേഷൻ ഇല്ലേ? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജുമായിട്ട് നമുക്ക് പറയാം. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും അയണൈസേഷൻ എനർജിയും തമ്മിൽ കണക്ട് ചെയ്ത് പറയാം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയിട്ട് ബന്ധമൊന്നുമില്ല. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ബോണ്ടഡ് ആയിട്ടിരിക്കുന്ന ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഒരാളിലേക്ക് തന്നെ വലിക്കാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവ്, ആ എബിലിറ്റിനെയാണ് നമ്മൾ അത് ഇലക്ട്രോൺ നെഗറ്റീവ് ആന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് മറ്റേയാൾക്ക് പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. ടീച്ചർ ആ, ടീച്ചർ ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ള ഓരോ എല്ലാ സ്ലൈഡും സാറിനൊന്ന് ഷെയർ ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇടാൻ ഒന്ന്. മോനെ ഞാൻ എന്ത് സമയം തന്നു? എന്തുകൊണ്ട് നോട്ട്സ് എഴുതിയെടുത്തില്ല? ക്ലാസ് നടത്തുന്ന സമയത്ത് നോട്ട്സ് എഴുതി എടുത്തിട്ടുമുണ്ട്, അത് കൂടാതെ എക്സ്ട്രാ ഒരു ഇതിന് എഴുതിയെടുത്തത് പോരെ മോനെ? വേറെ സെപ്പറേറ്റിന്റെ ആവശ്യമുണ്ട്? അതിനെ ഞാൻ അങ്ങനെ ടൈം എടുത്തല്ലേ നമ്മൾ പോയത്? നിങ്ങൾ നോട്ട്സ് എഴുതാനും വരയ്ക്കാനും ഒക്കെ ഉള്ള ടൈം എടുത്തെടുത്തല്ലേ നമ്മൾ പോയത്? അതിനെ ഞാൻ ക്ലാസ്സിൽ തന്നെ സമയം തന്നത്. നിങ്ങൾ ഇപ്പോൾ എഴുതിക്കോളാൻ ഞാൻ പറഞ്ഞല്ലോ. നമ്മളങ്ങനെ ടൈം കൺസ്യൂം ചെയ്തല്ലേ പോയത്. ഓക്കെ, വേറെ എന്തെങ്കിലും സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പഠിച്ചോണ്ട് വരണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും.
ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു മേജർ കാര്യങ്ങളോളം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചാപ്റ്ററിന്റെ ഒരു പകുതിയോളം നമ്മൾ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങൾ ഒരു റിവിഷൻ പോലെ പഠിച്ചുകൊണ്ട് വരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. ഒന്ന് എഴുതി പഠിക്കുന്നത് നല്ലതായിരിക്കും, ഒരു സെൽഫ് നോട്ട്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ Okay, ma'am. ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ഓൾ. Thank you, teacher. Thank you, teacher. ഓക്കെ. Teacher.